ബൈ ബൈ. ഒരു പാട്ട് പാടുന്നേ. ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അന്നേരം ഒന്നരാടാണ് ഇപ്പോൾ വീഡിയോസ് വരുന്നുള്ളൂ കേട്ടോ. കണ്ടൻറ്റൊന്നും പ്രത്യേകിച്ച് കിട്ടാനില്ല, അതുകൊണ്ടാണ് കേട്ടോ. അതിന് രാവിലെ അമൃതം പൊടിയും നമ്മളെ മുത്താരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ രാവിലെ പുട്ടുണ്ടാക്കിയത്. നേരെ ഹെൽത്തി പുട്ടാണ് കേട്ടോ. അന്നേരം രണ്ടും കൂടെ ഒന്നിച്ചാകുമ്പോൾ നമുക്ക് എന്ത് വേണ്ട കറിയുടെ ആവശ്യം വരുന്നില്ല. അമൃതം പൊടിക്ക് ഓൾറെഡി മധുരം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പഴം ഉണ്ടെങ്കിൽ ഈ പുട്ടിന് വേറെ കറീൻ്റെ ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇവർ പഞ്ചസാര ഇട്ടിട്ടൊക്കെ കഴിക്കും. വേറെ പഴമുണ്ട്, നേന്ത്രപ്പഴം ചെറുപഴം ഇരിപ്പുണ്ട്. അന്നേരം ഞാൻ പുട്ടങ്ങ് ഉണ്ടാക്കാൻ വിചാരിച്ചു. എനിക്കിതിൽ നന്നായിട്ട് തേങ്ങയിട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതായത് വേഗം രാവിലെ പുട്ടൊക്കെ ഉണ്ടാക്കി കറിയൊന്നും വെച്ചിട്ടില്ല. അതായത് വേഗം പുറത്തെ പണികളൊക്കെ ഒന്ന് തീർത്ത് വന്നിട്ട് കറിയൊക്കെ വെക്കാമെന്ന് വെച്ച് വേഗം ഞങ്ങൾ പുട്ടുണ്ടാക്കി ചായ അങ്ങ് കുടിച്ചു കേട്ടോ. പിന്നെ പുട്ടുണ്ടാക്കണ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം മക്കൾക്ക് സ്കൂളിൽ കൊണ്ട് തന്നെ അവരുണ്ടാക്കുന്നത് വേഗം അങ്ങോട്ട് എടുത്തു. അന്നേരം എനിക്ക് രാവിലത്തെ തിരക്കിൽ പിന്നെ ഉണ്ടാക്കിയ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. അമൃതം പൊടീൻ്റെ ആ ടേസ്റ്റ് അങ്ങോട്ട് മാറിക്കിട്ടും കേട്ടോ. നമുക്ക് അമൃതം പൊടിയും മുത്താരിപ്പൊടിയും കൂടെ മിക്സ് ആക്കുമ്പോൾ ഹെൽത്തിയാണ്. രാവിലെ തന്നെ നല്ല ഹെൽത്തി ഒരു ഫുഡാവുകയും ചെയ്യും. നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഫുഡാണ് രാവിലെ കഴിക്കാൻ. മക്കൾക്കും നല്ലതാണ്, എല്ലാവർക്കും നല്ലതാണ്. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അമൃതം പൊടിയും മുത്താരിപ്പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ട് നമുക്ക് കറിയൊന്നും ഇല്ലാണ്ട് വെറുതെ ചായയുടെ കൂടെ കഴിക്കാം കേട്ടോ. അതായത് രാവിലെ പിന്നെ ബാക്കി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. നേരെ ചക്കര സ്കൂളിൽ പോണതിന് മുന്നേ വേഗം അലക്കാൻ നിൽക്കട്ടെ. ഇത് ഇന്നത്തെ വീഡിയോ അല്ല കേട്ടോ, 2-3 ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. അപ്ലോഡ് ചെയ്തിട്ടില്ല, എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. അതിൻ്റെ ഇടയിൽ വേറെ വീഡിയോസുകളൊക്കെ എടുത്ത് അങ്ങ് ഇട്ട് ഇട്ടില്ല. അന്നേരം അവിടെ തന്നെ ഇരുന്നു. അന്നേരം അങ്ങനെ അങ്ങ് ഇട്ടതാണ് കേട്ടോ. അത് നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അന്നേരം നിങ്ങളെല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും ഞാൻ വീഡിയോസ് ഇടുന്നത്. പ്രത്യേകിച്ച് കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താനില്ല, കാരണം നമ്മളെ വീട്ടിൽ ചെയ്യുന്ന ജോലികൾ മാത്രമാണ് എൻ്റെ വീഡിയോസിൽ ഉണ്ടാവുള്ളൂ. അന്നേരം എന്നും നിങ്ങളെ അത് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഒന്നരാടം വീഡിയോസാക്കുക. നമ്മൾ പുറത്തൊന്നും അങ്ങനെ പോകുന്നില്ല, അന്നേരം പുറത്തെ വീഡിയോസൊന്നും കിട്ടണില്ല. അന്നേരം വീട് പണി എടുക്കുന്നതിൻ്റെ ഞാൻ വീഡിയോസ് അതാത് സമയങ്ങളിൽ ഇടുന്നുണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഇന്നിപ്പോൾ വീട് പണി ഉണ്ടായിരുന്നില്ല, എടുത്തിട്ടില്ല. അര കല്ലിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇനിയിപ്പോൾ ലിൻഡൽ വാർപ്പാണ് കേട്ടുള്ളത്. എന്നാൽ ലിൻഡലും കൂടെ ലിൻഡലും പോട്ടെ, ബെൽറ്റ് വാർക്കലും കൂടെ കഴിഞ്ഞിട്ട് അത് ഫുള്ളായിട്ട് ഞാൻ തറേൻ്റെ വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. നേരതാ അലക്കലൊക്കെ കഴിഞ്ഞു. നേരെ പോയി വെള്ളമൊക്കെ മുക്കിക്കൊണ്ട് നിറച്ചു. മഴ പെയ്യുകയാണെങ്കിൽ മഴവെള്ളം കിട്ടും, ഇല്ലെങ്കിൽ വെള്ളം ഉണ്ടാവില്ല. വെള്ളം ഇങ്ങനെ ഏറ്റണം കേട്ടോ. പിന്നെ ഈ പുഴയുടെ അവിടെ അടിച്ചു വാരൽ എന്നും അമ്മയാണ് കേട്ടോ ചെയ്യൽ. അമ്മ ഇപ്പോൾ പണിക്ക് പോകുന്നതുകൊണ്ട് അവിടെ അങ്ങനെ ചപ്പ് വീണ് കിടക്കുക. അട്ടേൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ. നല്ലോണം മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ഓടേൻ്റെയും പ്ലാവിൻ്റെയും ഒക്കെ ഇല വീണിട്ട് പുഴേൻ്റെ അവിടെ ഫുള്ളായിട്ട് ഇല വീണ് ചീഞ്ഞടക്കുന്നുണ്ട് കേട്ടോ. അന്നേരം അമ്മ ഉണ്ടെങ്കിൽ ഈ പണി എനിക്ക് എടുക്കേണ്ട വരലില്ല. അമ്മ രാവിലെ ഇതൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കും. അന്നേരം അമ്മ പണിക്ക് പോകുന്നുണ്ട് 2-3 ദിവസമായിട്ട് അവിടെ അടിച്ചു വാരില്ല. തീരെ ഇറങ്ങി നടക്കാനുള്ള ബുദ്ധിമുട്ടായി തുടങ്ങിയപ്പോൾ പതുക്കെ ഞാൻ തന്നെ പോയി അങ്ങോട്ട് അടിച്ചു വാരിട്ടോ. കണ്ണുണ്ടപ്പോൾ കണ്ണിൻ്റെ വില മനസ്സിലാവില്ല എന്ന് പറയും പോലെയാണ് അമ്മ ഉള്ളപ്പോൾ ആ പണി എടുക്കണ്ടെന്നുള്ളത്. പിന്നെ വഴുക്കലൊക്കെ ഉണ്ടെങ്കിൽ അമ്മ തന്നെ പോയി ഇർക്കളി ചൂലെടുത്ത് സോപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം മുരച്ച് തേച്ചെഴുകും കേട്ടോ. അമ്മ ഇല്ലെങ്കിൽ ഈ പണി വീണ്ടും എനിക്ക് തന്നെ വരും. അന്നേരം അമ്മ ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. അമ്മ പണിയില്ലാത്ത ദിവസങ്ങളിൽ അമ്മ നല്ല വൃത്തിയായിട്ട് അങ്ങോട്ട് അടിച്ചു വരും കേട്ടോ. പിന്നെ ഞാനതൊക്കെ അടിച്ചു വാരി കൈയും കാലൊക്കെ കഴുകി വന്ന് നേരെ നമ്മൾ കറി വെക്കാം കേട്ടോ. കറി വെക്കാനുള്ള ഞാൻ ഓൾറെഡി ചേമ്പാണ് കറി, അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളകും ഉള്ളിയും ചേമ്പും കൂടെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്തേക്ക് അരക്കുന്നത് തേങ്ങയും നമ്മളെ കുഞ്ഞാപ്പും ഓരോ പൊല്ലപ്പും കൂടി വരുന്നുണ്ട്. ഇപ്പോൾ വരാം. അന്നേരം തേങ്ങയും ചെറിയ ജീരകവും വെളുത്തുള്ളിയും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് തേങ്ങ അരച്ച് ഇത് നമ്മളെ വേവിച്ച് വെച്ച അമ്മ കണ്ട് ചേമ്പിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ആ രസമുണ്ട്. അമ്മക്ക് ഇഷ്ടപ്പെട്ട്. കുഞ്ഞാപ്പ് ഒരു ചിത്രം കൊണ്ട് വന്നാണ്ട് ഇഷ്ടപ്പെട്ടോ ചോദിക്കുക. അന്നേരം ചേമ്പ് ഇതാ നന്നായിട്ട് അരപ്പൊക്കെ ഇട്ട് പരീക്ഷണോട്ട് കൊണ്ടോ എല്ലാവരും കണ്ട്.
അത് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നമ്മൾ അരപ്പൊക്കെ ചേർത്ത് നന്നായി തിളച്ചതിന് ശേഷം കടുക് പൊട്ടിച്ചു. ചെറിയ ഉള്ളി അല്ല സവാള തന്നെ അരിഞ്ഞിട്ടതാണ് കേട്ടോ. സവാള അരിഞ്ഞിട്ടതിട്ട് കരിവേപ്പില വറ്റൽമുളകും, കരിവേപ്പില പറിക്കാൻ പോയിട്ടില്ല, വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ട് അതും ഇട്ടിട്ടില്ല. അതും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ കറി മൂപ്പിച്ച് നമ്മൾ ചേമ്പ് കറീൻ്റെ വീഡിയോസൊക്കെ നല്ല ഫുൾ വീഡിയോസൊക്കെ ഞാൻ ഇതിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ പ്രത്യേകിച്ച് അങ്ങനെ എടുത്തൊന്നും പറയാത്തത്. എല്ലാവരും കണ്ട വീഡിയോസുകളാണ്, അതുകൊണ്ടാണ് അങ്ങനെ എടുക്കാത്തത്. ഇതിൻ്റെ കൂടെ ഒരു ഉണക്കമീൻ വറുത്തതോ അല്ലെങ്കിൽ പച്ചമീൻ വറുത്തതോ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറാണ് കേട്ടോ ചേമ്പ് കറി. ഇവിടെ എല്ലാവരും ഫേവറേറ്റ് ആണ്. ചേമ്പ് കറിയും കപ്പക്കറിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. പിന്നെ ഉപ്പേരിക്ക് എന്ന് പറയാൻ ബീൻസാണ് കേട്ടോ. അരിൻ്റെ കൂടെ ഞാൻ ഒരു പയറുപ്പേരിയും കൂടെ ചേർക്കുന്നുണ്ട്. അത് ഞാൻ ഇന്നെടുത്ത വീഡിയോ ആണ്. കാരണം ഇതിൻ്റെ കൂടെ വേറെ വീഡിയോസ് പിന്നെ എടുത്തിട്ടൊക്കെ വേണം. അന്നേരം ഇതും കൂടെ അങ്ങേൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചിട്ട്. ഈ പയർ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. നമ്മളെ ചതുരപ്പയർ എന്നാണ് കേട്ടോ നമ്മളെവിടെയൊക്കെ പറയാം. എല്ലായിടത്തും എന്താ പറയുകയെന്ന് അറിയില്ല. ഈ നാട്ടിൻപുറത്ത് കൂടെയൊക്കെ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇത് ഇഷ്ടംപോലെ ഉണ്ടാവും, മിക്ക വീടുകളിലും ഉണ്ടാവും. നമ്മളവിടെ ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല കേട്ടോ. എന്നിട്ട് ഇത് ഷാടൻ കൊണ്ടുവന്നാണ് കേട്ടോ. അതായത് ഇതിൽ കുറേ മൂത്തുണ്ട്. മൂപ്പർക്ക് അറിയില്ല ഇതിൻ്റെ മൂത്ത് വയ്ക്കാൻ പറ്റില്ല എന്നുള്ളത്. അന്നേരം കുറേ ഉണ്ട്. മൂത്തതൊക്കെ മാറ്റി ചള്ളൊക്കെ എടുത്തിട്ട് ഉപ്പേരി വെക്കാണ്ട്. ഇതിൻ്റെ ഉപ്പേരി വെച്ച വീഡിയോസ് എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല. നേരത്തേക്ക് മക്കൾ സ്കൂളിൽ പോകേണ്ട സമയമായിട്ടുണ്ടെങ്കിൽ എടുക്കാൻ പറ്റില്ല. എന്നിട്ട് ഇതിങ്ങനെ വട്ടത്തിലാണ് അരിഞ്ഞെടുക്കുക. നമ്മൾ സാധാ ഉപ്പേരി വെക്കുമ്പോൾ തന്നെയാണ് ഇത് വെക്കുക. എന്നിട്ട് നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ബായ്. ഇത് സാധാ നമ്മൾ പയറുപ്പേരി വെക്കുമ്പോൾ തന്നെയാണ് കേട്ടോ വെക്കുക, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ ബായ്.